നമസ്കാരം. 9 മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. വികസിച്ചു വരുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം അവ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ കൂടി സജ്ജമാകേണ്ടതുണ്ടെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ IAS പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പത്തനംതിട്ട ജില്ലയിൽ മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ഏകദിന മാധ്യമ ശില്പശാല വാർത്താ ലാബ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആളുകൾക്ക് കേൾക്കാൻ, നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്ക് കേൾക്കാൻ തന്നെ പലപ്പോഴും ഒരു താല്പര്യമാണ്, ഓക്കെ എന്ന് പറയും. അതേസമയം ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ക്രൈം നടന്നു, അല്ലെങ്കിൽ ഇങ്ങനെ സ്പൈസി ആയിട്ട് ന്യൂസ് വന്ന് ഇതിന് ധാരാളം പ്രേക്ഷകരുണ്ട്. അത് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത്തരം ഡെവലപ്മെന്റ് ന്യൂസിന് നിങ്ങളുടെ മീഡിയയുടെ തന്നെ പേജുകളിൽ എത്ര ലൈക്സ് വരുന്നു, എത്ര കമന്റ് വരുന്നു എന്നും, അതേസമയം ഇതേപോലെ ഉള്ള ഇത്തരം ന്യൂസുകൾക്ക്, അല്ലാതെ ഈ ക്രൈം അല്ലെങ്കിൽ ഇത്തരം ഇത്തരം ന്യൂസുകൾക്ക് എത്രത്തോളം കവറേജ് വരുന്നു എടുത്ത് നോക്കിയാൽ. അപ്പൊ അത് തന്നെയാണ്. സോ ദാറ്റ് ഈസ് വൈ സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്നത് എന്താണോ അതാണ് മീഡിയ പലപ്പോഴും ഫീഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് നമുക്ക് റെസ്പോൺസിബിൾ ജേർണലിസം എന്നൊരു കോൺസെപ്റ്റുകളുണ്ട്. നമ്മൾ കൃത്യമായ കാര്യങ്ങൾ സൊസൈറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, സൊസൈറ്റിക്ക് വേണ്ടത് ഫീഡ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾ ഫേക്ക് ന്യൂസുകളെ പറ്റി പറയുന്നത്. എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന ഒരു ഫേക്ക് ന്യൂസ് ആണ്. നമ്മൾ ഇഷ്ടംപോലെ ഫേക്ക് ന്യൂസുകൾ നമ്മൾ കാണാറുണ്ട്. പിന്നീട് മീഡിയ ഹൗസസ് അല്ലെങ്കിൽ നമ്മൾ തന്നെ കറക്റ്റ് ചെയ്ത് പറയാറുണ്ട്. എല്ലാ മേഖലകളിലും എന്ന പോലെ മാധ്യമ പ്രവർത്തനത്തിലും AI കടന്നുവരവുണ്ടെന്നും മനുഷ്യർ ചെയ്യുന്നതിന് സമാനമായ രീതിയിൽ AI വാർത്താ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന സാഹചര്യം വരുമെന്നും ഉത്തരവാദിത്തപരമായ മാധ്യമപ്രവർത്തനം സുപ്രധാനമാണെന്ന് സൂചിപ്പിച്ച ജില്ലാ കളക്ടർ, വ്യാജ വാർത്തകൾ പെരുകുന്ന ഇക്കാലത്ത് മാധ്യമങ്ങൾ ഫാക്ട് ചെക്ക് ചെയ്ത് ഉത്തരവാദിത്തത്തോടെ വാർത്തകളെ സമീപിക്കണമെന്നും പ്രേംകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. മുതിർന്ന മാധ്യമപ്രവർത്തകനും മലയാള മനോരമയുടെ അസിസ്റ്റന്റ് എഡിറ്ററുമായ ബോബി എബ്രഹാമിനെ ചടങ്ങിൽ ആദരിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയ്ക്ക് വേണ്ടി ജില്ലാ കളക്ടർ അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുകയും ADGP പളനിച്ചാമി ഉപഹാരം കൈമാറുകയും ചെയ്തു. PIB ഡെപ്യൂട്ടി ഡയറക്ടർ ജോർജ് മാത്യു, പ്രസ് ക്ലബ് പ്രസിഡന്റ് ബിജു കുര്യൻ, സെക്രട്ടറി വിശാഖൻ G എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സമൂഹ മാധ്യമത്തിന്റെ കാലഘട്ടത്തിൽ വാർത്താ റിപ്പോർട്ടിങ്ങിനുള്ള നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ എന്ന വിഷയത്തിൽ മാതൃഭൂമി മീഡിയ സ്കൂൾ ഡീൻ ഷാജൻ C. കുമാർ, ഉത്തരവാദിത്ത മാധ്യമ പ്രവർത്തനം എന്ന വിഷയത്തിൽ ബോബി എബ്രഹാം, ഡിജിറ്റൽ ബാങ്കിങ്ങും ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരായ പ്രതിരോധം, കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ എന്നീ വിഷയങ്ങളിൽ പത്തനംതിട്ട ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ ഗോപകുമാർ, സൈബർ കുറ്റകൃത്യം എന്ന വിഷയത്തിൽ കേരള പോലീസ് സൈബർ വിംഗ് SHO സുനിൽ കൃഷ്ണൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ PMEGPയുടെ ഗുണഭോക്താവായ സ്മിത TG അനുഭവം പങ്കുവച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് അറിവ് പകരുക എന്നതാണ് വിവിധ ജില്ലകളിൽ PIB സംഘടിപ്പിക്കുന്ന ഇത്തരം ശില്പശാലകളുടെ ലക്ഷ്യം. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.